യേശുനാമം ഹല്ലേലൂയ പാടിടാം ഉയർത്തിടാം യേശുനാമം നല്ലവനാം യേശുവേ ആരാധിച്ചാർത്തിടാം വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. 119 സങ്കീർത്തനം 119 പറയുന്നത് ആവർത്തിച്ചാൽ മതി. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതിയോട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. എന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്നെ നടത്താൻ സ്ഥിരമായി എന്നെ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. എന്റെ നീതിയുടെ വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്നെ ശേഷം ഉപേക്ഷിക്കരുതേ. പാലം നിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണതയോടെ നിന്നെ അന്വേഷിക്കുന്നു. എന്റെ കൽപ്പനകളെ വിട്ടുവരരുതേ. ഞാൻ നിന്നെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഓവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് വിധികളെ വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷികൾ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും എന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങൾ വിശ്വസിക്കും. സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു. പെണ്ണതായ ദൈവത്തിന്റെ ആരാധന ഒക്കെ തണുക്കുവാൻ കർത്താവെ ന്യായപ്രമാണത്തെ കർത്താവ് പ്രാപിക്കാൻ നോക്കുന്ന കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാമത്തിൽ അപേക്ഷിക്കുന്നു. നോക്കിയിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപാകെ ഇന്ന് നാം ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുൻപുള്ള കാലങ്ങൾ, ദൈവത്തെ അറിയാതെ നടക്കുമ്പോഴുള്ള കാലങ്ങൾ, ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ നാം ഈ ലോകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ വചനത്തിൽ തന്നെ പഠിക്കുന്ന പോലെ നേരം എടുത്താൽ അസ്തമിക്കുന്നത് എപ്പോൾ, അസ്തമിക്കുമ്പോൾ നേരം എടുക്കുന്നത് എപ്പോൾ എന്നിങ്ങനെ ദിനങ്ങൾ തള്ളി നീക്കുന്ന ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ ഈ ലോക ജീവിതം എന്തിന് എന്ന് കരുതി സമയം തള്ളി നീക്കി ഇത് അവസാനിപ്പിക്കുന്ന ജീവിതങ്ങളാണ് ലോകത്തിൽ എവിടെയും നാം കാണുന്നത്. ഇതുകൊണ്ടെന്ത് പ്രയോജനം ചിന്തിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഈ സന്ദർഭം, അവസരം ഏറ്റവും വലുതാണെന്ന് ചിന്തിച്ചു കൊള്ളണം. കാരണം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിന്റെ ജനം കർത്താവിന്റെ കരത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്നതാണ്.
ഇന്ന് ഇവിടെ നമ്മൾ ആയിരിക്കുന്നതിന്റെ കാരണം തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളെ സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ കൊണ്ടുവരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തിരിക്കുന്ന കാരണമാണ് നമ്മുടെ രക്ഷ വന്നത്. രക്ഷ പിന്നെ സ്നാനം, തിരുമേശ, വിശുദ്ധ ജീവിതം, ഇതൊക്കെ ശരിയാ. പക്ഷെ ഈ അക്കരെ കിടക്കുന്നത് പോലെ, ഒരു കടത്ത് കിടക്കുന്നത് പോലെ, ഈ കടന്ന ഭാഗമാണ് ഈ രണ്ട് കാര്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായിട്ട് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശരീര അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധരം. അതുകൊണ്ട് അവൻ കർത്താവിന്റെ സന്നിധിയിൽ അടങ്ങിയിരിക്കുന്നുവെങ്കിൽ, മിണ്ടാതിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ബന്ധനമാണ്, അത് ശത്രുവിന് അവകാശപ്പെട്ടതാണ്. കർത്താവിനെ ഏറ്റുപറയുന്ന സമയം മുതൽ അവൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെതെന്ന് പറയുന്ന അടയാളം അവന്റെ അധരം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അധരം അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ തോടുകളുണ്ട്, പുഴകളുണ്ട്, കായലുണ്ട്, കടലുണ്ട്. തോട്ടിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്, പുഴയിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്, കായലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്, കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്. തോട്ടിലും പുഴയിലും ജീവിക്കുന്ന മത്സ്യം അത് വെറുതെ നിൽക്കാൻ പറ്റില്ല. അത് ജീവിക്കണമെങ്കിൽ അതിന്റെ വാലും ചിറകും അനക്കിക്കൊണ്ടിരിക്കണം. എത്ര നാൾ അനക്കിക്കൊണ്ടിരിക്കണം? ജീവകാലം മുഴുവനും അത് അനക്കിക്കൊണ്ടിരിക്കണം. ഒരു നിമിഷം ഞാൻ ഈ നഞ്ചു കലക്കുന്ന സ്ഥലത്ത് കണ്ടത്, നഞ്ചു കലക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൽ നഞ്ചങ്ങ് കലക്കി കഴിഞ്ഞാൽ താഴത്ത് വല വെച്ചിരിക്കുക. നഞ്ച് ഏറ്റുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ മത്സ്യത്തിന്റെ വാലിന്റെയും ചിറകിന്റെയും അനക്കങ്ങ് നിൽക്കും. അതിങ്ങനെ വതുക്കങ്ങ് ഒഴുകാൻ തുടങ്ങും. ഒഴുകി നേരെ വലയിൽ ചെല്ലും. ഇതുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവൻ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന കാലത്തോളം അവൻ അധരം അനങ്ങിക്കൊണ്ടിരിക്കും. കാരണം അധരവും ഒരു ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട പ്രാണനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട പ്രാണനാണെങ്കിൽ ഹന്ന സംസാരിച്ചതുപോലെ, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു എന്ന് നിർത്താൻ വരുത്തുള്ളതുപോലെ അവിടെ നിന്ന് ഒരു വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുന്നത് അധരം അനങ്ങുന്നതിലൂടെയാണ്. എന്നാൽ ഈ അധരം അനങ്ങാതിരിക്കാൻ അവൻ ഇവിടെ നിന്ന് ഒഴുകണം. ഒഴുകി എവിടെ ചെല്ലും? തോട്ടിലിരിക്കുന്ന ഒരു മത്സ്യം, അതിന്റെ ജീവൻ, അതിന്റെ വാലും ചിറകും അനക്കം നിന്നാൽ ഉടനെ തന്നെ അത് ഒഴുകി പുഴയിൽ ചേരും. അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് വീണ്ടും അനക്കമില്ലായെങ്കിൽ ഒഴുകി കായലിൽ ചേരും. തീർന്നില്ല, അവിടെ നിന്ന് സാവധാനം ഒഴുകി കടലിൽ ചേരും. അതായത് അവൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകമനുഷ്യനായി തീരുന്ന ഭാഗമാണ് അവിടെ നാം കാണുന്നത്. കർത്താവിനെ ഏറ്റുപറഞ്ഞ്
ശത്രുവിന്റെ വശത്തു നിന്ന് മാറിയ സമയം മുതൽ ശത്രു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഏത് വിധേനയും ഇവന്റെ ജീവിതം പഴയ നിലയിലേക്ക് കൊണ്ടുവരണം. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്, ഇതിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ഈ വായനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനായിട്ട് സദാസമയം സ്വാധീനിക്കുന്ന ഒന്നാണ് ശത്രു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വെറുതെ ഒരാൾക്ക് എപ്പോഴും സ്തോത്രം പറയാൻ പറ്റില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ ബോധപ്പെടുത്തുന്നു. സ്തോത്രം യാഗം തന്നെയാണ്. അത് സന്തോഷത്തോടെ ആയിരിക്കുകയും വേണം. സന്തോഷത്തോടെ സ്തോത്രം പറയണം, അത് യാഗമാണ്. അത് എത്ര നാളുണ്ടോ അത്രയും കാലം മാത്രമേ അവൻ ജീവിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അതിനുവേണ്ടി കർത്താവ് ചെയ്തത് 30-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് 30-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം എന്ന് വായിച്ചു? നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും കർത്താവിനെ അറിയാത്ത എല്ലാവരുടെയും ഓർക്കണം, ക്രിസ്തുവിനെ അറിയാത്ത എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിലാപമുണ്ട്. അത് അവർക്കേ അറിയാവും. ആ വേദനയോടെയാണ് അവർ ജീവിക്കുന്നത്. അത് അവരുടെ അടുത്താലേ അറിയാവൂ, മറ്റാർക്കും അറിയില്ല. കർത്താവിനെ അറിയാത്ത കാലത്തോളം ഈ വിലാപവുമായിട്ടാണ് അവർ ജീവിച്ച് അവരുടെ ജീവിതം അവസാനിക്കുന്നത്. എന്നാൽ കർത്താവ് വിളിച്ചപ്പോൾ അവരെ തീർത്തത് ഏറ്റവും ആദ്യം നീക്കിയത് ഈ വിലാപത്തെയാണ്. ആ 10 കുഷ്ഠരോഗികൾ തങ്ങളുടെ ജീവിതത്തിൽ ആര് മാനിക്കും, ആര് സഹകരിക്കും, ആര് ഭവനത്തിൽ കയറ്റും? ഇല്ല, അതിന് വ്യവസ്ഥയില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതം ഓർത്തുകൊള്ളണം. അവരുടെ ഹൃദയം വിലാപത്തിലാണ്. അവരുടെ വിലാപം ആര് കേൾക്കുന്നു? അവരുടെ വിലാപം ദൈവം മാത്രം അറിയും. എന്നാൽ ആ വിലാപം ദൈവം വിളിച്ച് എന്ത് ചെയ്തു? ഇതിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. കുഷ്ഠരോഗം മാറിയതോടുകൂടി വെളിച്ചം കാണാതിരിക്കുന്നവര് വെളിച്ചം കാണുമ്പോൾ അവരുടെ കണ്ണിന് വിലയറിയാം. എന്താണ് എന്റെ ഭാഗ്യമെന്നറിയാം. അല്ലാത്തതിന് അറിയാൻ പറ്റില്ല. അവരാ വെളിച്ചം കണ്ടതോടുകൂടി സന്തോഷിച്ച് ആർത്ത് അവരവരുടെ വഴിക്ക് പോയി. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം സൗഖ്യമാക്കിയത് എന്തിന്? ദൈവം സൗഖ്യമാക്കിയത് എന്തിന്? കർത്താവ് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം, അപ്പൊ അറിയാതെ. എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്റെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. രട്ട് അതീവ ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും ഒരു ഇസ്രായേലൻ ധരിക്കുന്നതാണ് രട്ടിലും വെണ്ണീറിലും ഇരിക്കാന്ന്. അങ്ങനെ ഒരു ജീവിതമാണ് അവൻ്റെത്. അത് മാറ്റിയതിനു ശേഷം സന്തോഷം ഉടുപ്പിച്ചു. സന്തോഷമാണ്. സന്തോഷം ഉടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് അവന്റെ ജീവിതം മുഴുവൻ. അടുത്തത്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. ഒരൊറ്റ കാര്യം മാത്രമാണ്, മൗനത വിടണം. മൗനത മാറിയതിനു ശേഷം ദൈവത്തെ സ്തുതിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. വിലാപത്തെ നൃത്തമാക്കി തീർത്തു. രട്ടും വെണ്ണീറും രട്ടിനെ അഴിച്ച് സന്തോഷം ഒടുപ്പിച്ചു. ദൈവത്തിന്റെ ആഗ്രഹം ഇതൊന്നു മാത്രമാണ്, ദൈവത്തെ ബോധപ്പെടുത്തണം. എന്നാൽ 10 പേര്
സൗഖ്യമായത് കണ്ട് അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ അന്യജാതിക്കാരനുണ്ടായിരുന്ന അതിൽ കൂട്ടത്തിൽ ഒരാൾ, 10 പേര് ഇസ്രായേലിയരായിരുന്നു, 9 പേര്, ഒരാൾ ജാതിയായിരുന്നു. പോയ വഴിക്ക് ഒരുത്തൻ മടങ്ങി വന്നു. അവന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തവനും അവനെ രട്ടിനെ അഴിച്ച് സന്തോഷം ആക്കിയവനുമായവനെ ഒരു വാക്ക് കണ്ട് ഒരു വാക്ക് പറയാൻ തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവ് പറഞ്ഞു, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ഇസ്രായേലിയരല്ലേ, യഹോവയെ ആരാധിക്കുന്നവരല്ലേ? എന്നാൽ ഈ അന്യജാതിക്കാരനെ ഒരുത്തൻ മാത്രം മടങ്ങി വന്നല്ലോ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ആ കാര്യത്തിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം ഉദ്ദേശിച്ചത് അതാണ്. ഈ അന്ത്യകാലത്ത് ലോകം മുഴുവനും നടക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും ജാഗരണങ്ങളും ധ്യാന കേന്ദ്രങ്ങളും എല്ലാം ലോകമെങ്ങും നടക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അനേകരുടെ വിലാപം നൃത്തമാക്കി തീർക്കുന്നു, അനേകരെ രട്ടൊഴിച്ച് സന്തോഷം ഒളിപ്പിക്കുന്നു. ഒറ്റ കാര്യം മാത്രം, മൗനമായിരിക്കരുത്, വായടച്ചിരിക്കരുത്. കാരണം ആധനം അനങ്ങിക്കൊണ്ടിരിക്കണം. ആദ്യം മത്സ്യത്തിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ ഒരു നിമിഷം അതിന്റെ വാൽ അനക്കാതിരുന്നാൽ, ഒരു നിമിഷം അതിന്റെ ചിറക് അനക്കാതിരുന്നാൽ ആ സമയത്ത് അത് ഒഴുകി ചെന്ന് കടലിൽ ചെന്ന് ചേരും, ലോകമനുഷ്യനായി പോകും. കാരണം അധരം അനങ്ങുന്നില്ല എങ്കിൽ ശത്രു ജയിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇന്ന് ജാഗരണത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി കടന്നു വന്നിരിക്കുമ്പോൾ ഇതാ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ജനം കൂടി വരുമ്പോൾ അതിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രാണൻ ഉൾപ്പെടുന്നുവെങ്കിൽ, വേണ്ടിയെടുക്കപ്പെട്ട പ്രാണൻ ഉൾപ്പെടുന്നുവെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കാതെ വണ്ണം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനാണ് ഇവർ ഇതെല്ലാം ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, ഈ കാൽവരിയിൽ തൂങ്ങിയതും ഈ പ്രാണനെ വിട്ടതും ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ കാണുന്ന കോലാഹലങ്ങൾ മുഴുവനും ചെയ്തതും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നീ മൗനമായിരിക്കരുത്, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ ദൈവം വസിക്കുന്നു. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ കർത്താവിന് കടന്നു വരാനുള്ള വാതിൽ തുറക്കുന്നതാണ് സ്തോത്രം, സ്തുതിയും സ്തോത്രവും പറയുമ്പോൾ അവിടെ ദൈവത്തിന് വരാൻ കഴിയുന്നു. ഇല്ലാത്തത്ര കാലം വരാൻ പറ്റില്ല. കാരണം ശത്രുവിന്റെ അവകാശത്തിൽ ദൈവം കടന്നു വരില്ല. ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം പറയുമ്പോഴും അവിടെ ദൈവത്തിന് കടന്നു വരാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് അവകാശം കൊടുക്കുന്നതും ഈ ഭൂമിയിൽ കടന്നു വരുവാൻ ദൈവത്തിന് അനുവാദം കൊടുക്കുന്നതുമായ ഒരു വലിയ ശുശ്രൂഷയാണ് സ്തോത്രമെന്ന യാഗം. ആ യാഗം നമ്മിൽ നിന്ന് അറ്റുപോകരുത്. ആ അനക്കം നമ്മുടെ ആധാരത്തിൽ നിന്ന് മാറിപ്പോകരുത്. മൗനമായിരിക്കരുത്. ദൈവത്തിന്റെ സ്തുതി പാടും. ഇന്നത്തെ ആരാധനയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആദരങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശയാവലി